സന്തോഷത്തോടുകൂടി ഒത്തിരി നിങ്ങളുടെ മൈൻഡെല്ലാം ഒന്ന് ഫ്രഷ് ആക്കി നല്ല ചിരിയോടുകൂടി ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ ഓണമാണ് നമ്മുടെ തണൽ മലയാളി അസോസിയേഷൻ. നമ്മുടെ തണലിന്റെ സ്വന്തം നമ്മുടെ മാവേലി തമ്പുരാൻ വേദിയിൽ അടുത്തിലായിരിക്കുകയാണ്. ഇന്ന് ഈ സുദിനത്തില് ഒരു സ്പെഷ്യൽ, ഞാൻ കേരളത്തിൽ നിന്ന് മാവേലിയാണ്, പണ്ട് കൊണ്ടാത്ത മാവേലിയുമാണ്. ഇത് നമ്മൾ നേരത്തെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എത്രയോ കോടികൾ മലയാളികൾ ലോകമെമ്പാടുമുണ്ട്, അവരെയൊക്കെ ഇനി പോയി കാണണം. അപ്പൊ അതുകൊണ്ട് ഒന്നിച്ചെല്ലാം പോകാൻ പറ്റില്ല. ഇതിന് ആദ്യം നമ്മുടെ തമിഴ് പരിപാടി, അതിന് ആദ്യം ഞാൻ ഒരു ആശീർവാദം കൊടുത്തിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ ഇനിയും പോകണം. എനിക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് എന്നെ അവതരിപ്പിക്കുന്നു. അടുത്തതായി കണ്ണൂർ പ്രസിഡന്റ് ശ്രീ ടി വി വർഗീസ് സാറിനെ വെൽക്കം സ്വീറ്റ്നായി ആശംസിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. Respected Chief Guest, Madam Srimati Anita Ramakrishnan IAS, our special guest Sri Karnataka Sundaran, CMD Karnataka Group of Companies, Sri Vivi Venuan, Secretary President, Sri V.A.K. Undi Menon, Secretary Alma Telangana, other distinguished dignitaries on dais, dear members, friends and well-wishers. On behalf of Karnataka Seva Samiti, it gives me immense joy and pride to welcome you all to our Onam celebration today. This festival is not just a time of flowers, feasts and festivities, but a celebration of unity, harmony and the rich culture and heritage of Kerala. We are especially honored today by the presence of our Chief Guest, Madam Srimati Anita Ramakrishnan IAS, whose contribution and goodwill inspire us deeply. And our special guest, Sri Karnataka Sundaran, whose support and encouragement have always been invaluable. Your presence makes this celebration even more meaningful. I extend my warmest wishes to each one of you for a joyful, prosperous and memorable moment. May the spirit of Mahabali inspire us to uphold values of unity, kindness and harmony in our lives. Once again, welcome to one and all. Let the celebration begin. Wish you all a very happy Onam. Thank you so much. Thank you. എല്ലാവർക്കും നമസ്കാരം. ഹൈദരാബാദ് മലയാളികൾക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഓണാശംസകൾ നേരുകയാണ്. ഓണത്തിന് ഇനിയും ഒരു മാസം കിടക്കുകയാണ്. അതിന് മുന്നേ തന്നെ നമ്മുടെ ഹൈദരാബാദ് മലയാളികൾ ഇവിടെ ഓണം ആഘോഷിക്കുകയാണ്. ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും തണലിൻ്റെ ഓണാശംസകൾ നേരുന്നു. നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മുടെ സ്വീകരണം വാങ്ങി ഇവിടെ എത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ശ്രീമതി അനിത രാമചന്ദ്രൻ മേഡത്തെ ആയിരുന്നു തന്നെ ഞാൻ നമ്മുടെ തണലിൻ്റെ സ്വാഗതം അറിയിക്കുകയാണ്. വളരെ തിരക്കുകളുടെ ഇടയിൽ മേഡം നമ്മുടെ മലയാളികളുടെ പ്രോഗ്രാമിനായി ഇവിടെ വരികയും നമ്മളോടൊപ്പം ചേരുന്നതിന് നന്ദി നമ്മൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വലിയൊരു ബിസിനസ് മേഖലയായ നമ്മുടെ സുരേന്ദ്രൻ സാറിനെയും നമ്മുടെ തണലിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മലയാളിയുടെ ഏത് പ്രശ്നത്തിനും ഏത് സമയത്തും ഇടപെടുന്ന നമ്മുടെ ലിബി സാർ നമ്മുടെ കൂടെയുണ്ട്. തണലിനൊപ്പം എന്നും ഏതൊരു കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ലിബി സാറിനെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ CG സാർ, ചെയർമാൻ സാർ, നമ്മുടെ പ്രസിഡന്റ്, ട്രഷറർ ദീപക്, എല്ലാവർക്കും ഓണം ആശംസകൾ ഒന്നുകൂടി അറിയിക്കുന്നു. നമ്മുടെ തണൽ മലയാളി സേവാ സമിതി ഇന്ന് 17 വർഷമായി ഇവിടെ രൂപം കൊണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തണൽ വ്യത്യസ്ത മേഖലകളുടെ സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണ്. സെക്കൻഡറാബാദിന്റെ സെൻട്രൽ ഭാഗത്ത് നമ്മുടെ ഓഫീസ്, അതുകൊണ്ട് തന്നെ സെക്കൻഡറാബാദിലെയും നമ്മുടെ ഹൈദരാബാദിലെ മലയാളിയുടെ പല പ്രശ്നങ്ങൾക്കും ആദ്യം വിളി വരുന്നത് തണൽ ഭാരവാഹികൾക്കാണ്. പല കാര്യങ്ങൾക്കും നമ്മൾക്ക് അതിലിടപെടാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത ഗാന്ധി ഹോസ്പിറ്റൽ, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, അവിടെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മുടെ പ്രവർത്തകർ ഏത് കാര്യത്തിൽ നമ്മൾക്ക് അവിടെ എത്തുവാനും അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളെ പോലെ ആവുന്ന വിധത്തിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ കലാകാരമായി വളരെയധികം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനയുമാണ് നമ്മൾ തണൽ കഴിഞ്ഞിട്ടുണ്ട്. നാടകം എന്ന കലാപ്രവർത്തനത്തെ എന്നും നെഞ്ചിരിച്ച് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തണൽ മലയാളി സേവാ സമിതി. നമ്മൾക്കൊരു 5 നാടകങ്ങൾ കേരള സംഗീത അക്കാദമിയുടെ വേദിയിൽ അവതരിപ്പിക്കുവാൻ സമ്മാനങ്ങൾ നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. നാളത്തെ നമ്മുടെ ബദൽചേട്ടൻ പറഞ്ഞതുപോലെ നാഷണൽ ലെവലിൽ നമുക്ക് സംഗീതോത്സവവും അതുപോലെ കലാപ്രവർത്തനങ്ങളെ ഇന്നും നമ്മൾ നെഞ്ചിലേക്ക് നടക്കുന്ന ഒരു സംഘടനയാണ് തണൽ മലയാളി സേവാ സമിതി. ഇനിയും നമ്മുടെ പ്രവർത്തകർക്കും നമ്മളും അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾക്ക് വേണ്ടുവോളം കിട്ടുന്നുണ്ട്. ഇനിയും നമ്മൾക്ക് തരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.
അതുപോലെ എല്ലാ മാസവും 2 യൂട്യൂബ് വാർത്തകൾ നമുക്ക് ഇറക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ തണൽ സംഘടന തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ CG സാറിന്റെ നേതൃത്വത്തിൽ തണൽ ഡെക്കാൻ എന്ന ഒരു മാധ്യമം നമ്മൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞായിരുന്നു. കുറേ വർഷങ്ങളോടെ 10-12 വർഷങ്ങൾ നമ്മൾ സ്ഥിരമായി മാസം നമ്മൾ ഇറക്കിയായിരുന്നു. പിന്നെ നമ്മളത് ബന്ദ് ചെയ്തിപ്പോൾ സോഷ്യൽ മീഡിയയുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രവർത്തിപ്പിക്കുകയാണ്. അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അത് കാണണം, അത് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഹൈദരാബാദിലെ വാർത്തകൾ എന്തെങ്കിലും അറിയിക്കാറുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അറിയിക്കണം. നമ്മൾക്കത് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. ഞാൻ കൂടുതൽ തെളിയിപ്പിക്കുന്നില്ല. ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദിന്റെ ആദ്യത്തെ ഓണമാഘോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി തണലിന്റെ ചെയർമാൻ ശ്രീ CG ചന്ദ്രമോഹൻ സാറിനെ ക്ഷണിക്കുന്നു. നഗരത്തിന്റെ നാനാഭാഗത്തു നിന്നും തണലിന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ നേരുന്നു. ഓണത്തിന് ഏകദേശം 1 മാസത്തോളമുണ്ട്. എന്നാലും തണൽ ഇത്തവണ നേരത്തെ ആക്കാമെന്ന് കരുതി. കാരണം മറ്റുള്ള സംഘടനകളുടെ ഓണാഘോഷങ്ങളുമായി ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിപ്പോൾ ഇക്കുറി ഓണം വളരെ നേരത്തെ ആക്കിയത്. അപ്പോൾ നമ്മളുടെ ഈ തണലോണം 2025 പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന തണലിലെ ഓരോ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം മറ്റു മലയാളി സുഹൃത്തുക്കൾക്കും മറ്റ് സംഘടനാ ഭാരവാഹികൾക്കും മെമ്പർമാർക്കും എല്ലാം ഓണാശംസകൾ നേരുന്നു. തണൽ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് സാധാരണക്കാരുടെ മെമ്പർമാരായ ഒരു സംഘടനയാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് 8 മെമ്പർമാരുമായി ഇവിടെ വന്ന് യാത്രാക്ലേശവും മറ്റു ദുരിതങ്ങളും അനുഭവിക്കുന്ന മലയാളികൾക്ക് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ സെക്കന്ദരാബാദ് കേന്ദ്രീകൃതമായി തുടങ്ങിയ ഒരു സംഘടനയാണ് തണൽ മലയാളി സേവാ സമിതി. അത് ഇന്ന് വളർന്ന ഒരു വടവൃക്ഷമായി അത് പന്തലിച്ച് അത് എത്തിപ്പെടാത്ത മേഖലകളില്ല. ഞങ്ങൾ ആദ്യമായി 2008-2009 ഒരു വാർത്താ മാസിക ഞങ്ങൾ തുടങ്ങി, തണൽ ഡെക്കാൻ എന്ന പേര്. അത് ഞങ്ങൾ ഏകദേശം 10 വർഷത്തോളം പതിവായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് റെഗുലറായിട്ട് എല്ലാ സംഘടനകളുടെ വാർത്തകളും എല്ലാ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് താല്പര്യമുള്ള എല്ലാ വാർത്തകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ യൂട്യൂബ് ചാനലും വളരെ ഗംഭീരമായി നടന്നു വരികയാണ്. അതോടൊപ്പം തണലിന്റെ പ്രത്യേകത നമ്മുടെ സെക്രട്ടറി വിശദീകരിച്ചതുപോലെ ഇവിടുത്തെ മലയാളികൾ, അത് തണലിന്റെ മെമ്പർമാരാവട്ടെ ആരുമാകട്ടെ, ഏത് മലയാളിക്കും എവിടെയെല്ലാം ആവശ്യമുണ്ടോ, അത് ഹോസ്പിറ്റലൈസേഷൻ ആവട്ടെ മറ്റേത് കാര്യങ്ങളാവട്ടെ, അത് മെമ്പറാവട്ടെ അല്ലാത്ത മലയാളികളാവട്ടെ, നമ്മൾ അവിടെ എത്തും. നമ്മളുടെ ആൾക്കാർ അവിടെ എത്തി വേണ്ട എല്ലാ സഹകരണങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സാംസ്കാരിക രംഗത്തും ആദ്യമായി നാടകം അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നല്ല നാടകത്തിനുള്ള മികച്ച അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്ത തണലിന്റെ നാടകമുണ്ട്. അതുപോലെ അത് കഴിഞ്ഞും നമ്മൾ നാടകങ്ങൾ അവതരിപ്പിച്ചു. നമ്മൾ മറ്റു നഗരങ്ങളിലും ഈ നാടകം അവതരിപ്പിച്ചു. അങ്ങനെ തണൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് മുന്നോട്ട് പോയി. ഇതിന്റെ എല്ലാത്തിൻ്റെയും പിറകിൽ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ സ്ഥാനമാനങ്ങളോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇതിലെ ഓരോ മെമ്പർമാരും ഈക്വലായിട്ട് ഇത് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ തിരുത്തം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യ അതിഥിയെ പറ്റി ശ്രീമതി അനിത രാമചന്ദ്രൻ യാദാദ്രി കളക്ടറായിരിക്കുമ്പോഴാണ് യാദഗിരി ഗുട്ട ക്ഷേത്രം ഇത്ര വലിയ രീതിയിൽ ഒരു ലോകോത്തര ക്ഷേത്രമായി ഇത്ര വലിയ രീതിയിൽ പണി കഴിപ്പിച്ചതിൻ്റെ പിറകിൽ അതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച
അന്നത്തെ യാദാദ്രി കളക്ടറാണ് ശ്രീമതി അനിത രാമചന്ദ്രൻ. അതിനുശേഷം പബ്ലിക് സർവീസ് കമ്മീഷന്റെ സെക്രട്ടറിയായും പിന്നീട് പഞ്ചായത്ത് രാജിന്റെ കമ്മീഷണർ റൂറൽ ഡെവലപ്മെന്റായും പ്രവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ അവര് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയറിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വനിതാ ശിശു സംരക്ഷണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. എല്ലാ മലയാളികളുടെയും ഏറ്റവും അഭിമാനിക്കാവുന്ന ഇവിടുത്തെ ഏറ്റവും ഇപ്പോഴത്തെ സീനിയർ മോസ്റ്റ് IAS ഓഫീസറാണ് ശ്രീമതി അനിത രാമചന്ദ്രൻ. അവർക്ക് പ്രത്യേക ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഇവിടെ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന തണലിന്റെ എല്ലാ സ്നേഹികൾക്കും എല്ലാ മെമ്പർമാർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. CTRന്റെ പ്രസിഡന്റ് ലിബി ബെഞ്ചമിൻ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഓണം ആശംസകൾ. ഇന്നത്തെ മുഖ്യാതിഥിയായിരിക്കുന്ന മാഡം അനിത രാമചന്ദ്രൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള മുഖമാണ്. മാഡം ഇരിക്കുന്ന പതിവുകളൊക്കെയും ഏതൊരു മലയാളിക്കും മലയാളിക്ക് മാത്രം ഒരു ആവശ്യം വന്നാലും വളരെ തൊണ്ട ഹൃദയത്തോടുകൂടെ സമീപിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി നടത്തിക്കൊടുക്കുകയും ഫോണിലൂടെ തന്നെ നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന നല്ല തുറന്ന മനസ്സുള്ള അപൂർവമായ IAS ഓഫീസർമാരിൽ ഒരാളാണ് മാഡം. മാഡത്തിന്റെ പ്രവൃത്തി എനിക്കറിയാം. മുൻ ഗവൺമെന്റിൽ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൽ വളരെ നല്ല രീതിയിൽ എടുത്തു പറയപ്പെട്ട രീതിയിലും പലപ്പോഴും അവിടെ ചർച്ച ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്ന എന്നോട് അല്ലെങ്കിൽ പോലും നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു അഭിമാനമായി കരുതക്ക രീതിയിൽ ഒരു കറണ്ടിന്റെ ഷോപ്പ് എന്നിലൂടെ കടന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ആവാൻ സാധിച്ചിട്ടുണ്ട്. മാഡം ഇന്നത്തെ മുഖ്യാതിഥിയായി ക്ഷണിച്ച തടലിനോടുള്ള പ്രത്യേക നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥിയായിരിക്കുന്ന ശ്രീ കണ്ണാടി സുരേന്ദ്രൻ സാർ, അദ്ദേഹത്തിന്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ വളർന്നു വരട്ടെ, അനേക മലയാളികൾക്ക് ഉപയോഗപ്രദമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. തണലിന്റെ പ്രസിഡന്റ് ശ്രീ വർഗീസ്, അതുപോലെ തന്നെ അതിന്റെ ചെയർമാൻ ശ്രീ ചന്ദ്രമോഹൻ സാറ്, ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് പ്രസാദം, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ശ്രീ ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി, എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ സാധിച്ചത്. അതോടൊപ്പം മാവേലി സ്റ്റേജിലുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മൾ ഏത് പദവിയിലാണ്, ഇവിടെ അറുമുഖൻ സാറുണ്ട്, ശശിസാറുണ്ട്, മാധവൻ സാറുണ്ട്, ഉദയനുണ്ട്, എല്ലാവരും ശിവപ്രസാദ്, എല്ലാവരും അവരുടേതായ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഉള്ള ആ വലിയ മനസ്സ് ആണ് ദൈവത്തിന്റെ മനസ്സ്. നമ്മൾ എത്രത്തോളം ഉയരമായിരുന്നാലും അത്രമാത്രം നമുക്ക് തന്നെ ഉപയോഗപ്പെട്ടാലും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടാൻ കഴിയില്ലെങ്കിൽ സ്വയം വളർന്ന ഒരു മരം അതിനകത്ത് ഒരു ഫലവുമില്ലാതെ മറ്റുള്ളവർക്ക് ഉപയോഗമില്ലാതെ നിൽക്കുന്ന ഒരു മരം പോലെ മാത്രമാണ്. നമ്മൾ ഏത് പദവിയിലായിരുന്നാലും ഏത് സ്ഥാനത്തായിരുന്നാലും നമ്മൾ ആ സ്ഥാനത്താക്കിയിരിക്കുന്നത് ദൈവമാണെന്നും നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മളുടെ ഒരാൾ ആവശ്യമായിട്ട് കടന്നു വരുന്നെങ്കിൽ ആ ആവശ്യം നിറവേറ്റത്തക്ക രീതിയിൽ നമ്മളെ ദൈവം ഉയർത്തിയെന്നും മാറ്റിയെന്നും അതൊരു ഗ്ലാസ് വെള്ളം വീട്ടിൽ വന്ന് അത്തിക്ക് കൊടുക്കുന്നതായിരിക്കാം. ആ മാറ്റിയെന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി തിരിച്ച് ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. തിരിച്ച് ചിന്തിക്കുന്ന വേറൊന്നുമല്ല, മലബാർ ബോർഡിന്റെ ജിജീഷു ഉണ്ട് അവിടെ. തിരിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൃപ ദൈവത്തിന്റെ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ അവസ്ഥ വേറെ ആൾക്കാർക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നേനെ. എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാൻ കഴിവുള്ളപ്പോൾ നമ്മൾ വെള്ളം ചോദിച്ചു കഴിക്കുന്നത് കൊടുത്തില്ലായെങ്കിൽ നാളെ തിരിഞ്ഞ് അങ്ങോട്ട് പോയതിനു ശേഷം നമ്മൾ അവരുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ളത് ഏതൊരു മനുഷ്യനും നയിക്കുന്നിടത്തോളം വരെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചിന്തിക്കുന്നു. എന്നെ ക്ഷണിച്ചു നോക്കിയാലും താങ്ക് യു സർ. അടുത്തതായി ഐമ തെലങ്കാന സെക്രട്ടറി ശ്രീ VAK ഉണ്ണിമേനോൻ സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ടി വി വർഗീസ്, മലയാളി സേവാ സമിതിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഹൈദരാബാദ് മലയാളികൾക്ക് പ്രിയങ്കരനും ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയുമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ അജി പൊന്നൻ, ഈ തമിഴ് മലയാളി അസോസിയേഷൻ്റെ തമിഴ് മലയാളി സേവാ സമിതിയുടെ അധ്യക്ഷൻ ശ്രീ ദീപക്, അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ചന്ദ്രമോഹൻ സാർ, അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളായിട്ടുള്ള മനുഷ്യസ്നേഹിയും അതുപോലെ തന്നെ ഹൈദരാബാദിലത്തെ മലയാളികൾക്ക് സുപരിചിതനും അതുപോലെ തന്നെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനവുമായിട്ടുള്ള നമ്മുടെ കണ്ണാത്ത സുരേന്ദ്രൻ സാർ, അതുപോലെ തന്നെ മാഡം നമ്മുടെ IAS അനിത മാഡം, മറ്റ് വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയങ്കരായ തമിഴ് മലയാളി അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ, ഇന്ന് നമ്മളൊരു ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. തമിഴോണം എന്നുള്ള പേര് വെച്ചിട്ടാണ്, അത് നല്ലൊരു പേര് കൂടിയിട്ടാണ്. മാത്രമല്ല ഈ വർഷത്തെ ഹൈദരാബാദിലത്തെ മലയാളികളുടെ ഓണത്തിൻ്റെ ആദ്യത്തെ ഓണമാണ് പറയുന്ന തമിഴോണം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്, ഓണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളം എൻ്റെ നാട്ടിലേക്ക് ഓണം. ആദ്യമായിട്ടുള്ള ഓണം എന്ന് പറയുന്നത് ഏകദേശം ഈ കർക്കിടക മാസത്തെ ചിങ്ങമാസം അല്ലെങ്കിൽ നല്ല മുഹൂർത്തം നോക്കിയിട്ട് ഞങ്ങളുടെ നാട്ടില് പുത്തിരി ഓണം എന്ന് പറയും, നിറപുത്തിരി എന്ന് പറയും. നിറപുത്തിരി വരുമ്പോൾ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ വളരെ ഉത്സാഹഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷമാണ് ഉണ്ടാകും. കാരണം കുട്ടികൾ വയലിൽ പോയി കതിരുകളൊക്കെ ശേഖരിച്ച് അതുപോലെ തന്നെ അതിൻ്റെ പശുവിൻ്റെ ചാണകത്തോട് ചേർത്തിക്കൊണ്ട് നമ്മുടെ വീടിൻ്റെ വാതിലുകളിലൊക്കെ ഒട്ടിക്കുകയും ആ നിറപുത്തിരി കൊണ്ട് തന്നെ അവരുണ്ടാക്കി അതിനെ പുത്തിരി ഊണ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയും. പുത്തിരി ഊണെന്നാണ് പറയും. പുത്തിരി ഊണ് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം 10 ദിവസം കഴിയുമ്പോഴാണ് അത്തം വരുന്നത്. അത്തം മുതൽ ഏകദേശം 10 ദിവസം നമുക്ക് ഓണം ആഘോഷിക്കുന്നത്. അവിടെ കൊണ്ട് കഴിയില്ല. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ കുറച്ചുകൂടി കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആയില്യം മകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നാടുണ്ട്. അതുകൂടി കഴിയുമ്പോഴേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏകദേശം ഈ ഓണാഘോഷങ്ങളൊക്കെ സമാപിക്കും. എന്തായാലും ഈ വർഷത്തെ ഈ ഓണാഘോഷത്തിൻ്റെ ഒരു നാന്ദി, ഒരു വരവേൽപ്പ് തന്നെയാണ് ഈ തമിഴ് മലയാളി അസോസിയേഷൻ നടത്തിയിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ. ഓണം എന്ന് പറയുന്നത് കേരളീയന് ഒരു ഉത്സവം എന്നുള്ളത് മാത്രമല്ല, അയാളുടെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം, അതുപോലെ തന്നെ ആകാംക്ഷയുടെയും അല്ലെങ്കിൽ വരാൻ പോകുന്ന നാടുകളുടെ സമൃദ്ധിയെയും അതേപോലെ തന്നെ അഭിവൃദ്ധിയെയും കുറിച്ചിട്ട് ഉള്ള ഒരു ആശങ്കയും അതേപോലെ തന്നെ അത് നേരിടാനുള്ള ഒരു വെല്ലുവിളി കൂടിയിട്ടാണ് ഈ ഓണം എന്ന് പറയുന്നത്. വരുന്ന വർഷം ഈ ഓണത്തോടു കൂടിയിട്ട് തണൽ സേവാ സമിതിയുടെ കുടുംബാംഗങ്ങൾക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ സമത്വത്തിൻ്റെയും ഒരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഓണവും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ്. നമുക്ക് മടുക്കാത്ത ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അതിന് കാരണം നമ്മുടെ ഈ നാട്ടിലുള്ള ഈ സമയത്തുള്ള അന്തരീക്ഷമുണ്ട്. തന്നെയാണ് ഓണത്തിൻ്റെ ഓണത്തിൻ്റെ കഥ തന്നെ ഒരു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെതായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. നമുക്കൊക്കെ അറിയാം മാവേലിയുടെ കഥ, അതുപോലെ തന്നെ വാമനന്റെ കഥ. അത്തരത്തിലുള്ള കഥകൾ തന്നെ പറയുന്നത് നമ്മുടെ ഒരു സമത്വത്തിൻ്റെയും അല്ലെങ്കിൽ സമൃദ്ധസുന്ദരമായിട്ടുള്ള ഒരു കേരളത്തിൻ്റെയും ഒരു പാരമ്പര്യത്തിൻ്റെയും ഒരു സംസ്കൃതിയുടെ ഒരു കഴിഞ്ഞ പോലെ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയിട്ടാണ് ഓണം. അതുകൊണ്ട് തന്നെ ഈ തണൽ മലയാളി അസോസിയേഷൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ വർഷം
ഈ ഓണത്തോടുകൂടി സമ്പത്തും സമൃദ്ധിയും അതുപോലെ തന്നെ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനും അതുപോലെ തന്നെ ഞാൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനെ എന്നെ വിളിക്കുന്നതിലൂടെ, എന്നെ ക്ഷണിക്കുന്നതിലൂടെ ആദരിച്ചതിലും ഏറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു. നമസ്കാരം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായി ശ്രീമതി അനിത രാമചന്ദ്രൻ IAS മേഡത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പല ഓണാശംസകൾ എല്ലാവർക്കും വേദിയിൽ അമർന്നിരിക്കുന്ന നമ്മുടെ സുരേന്ദ്രൻ സർ, ചന്ദ്രമോഹൻ സർ, ബെഞ്ചമിൻ സർ, പിന്നെ തണൽ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് ആൻഡ് സെക്രട്ടറി ആൻഡ് ഉണ്ണിമേനോൻ സർ, പിന്നെ നമ്മുടെ നേരിട്ട് മാവേലി, പിന്നെ ഇവിടെ എല്ലാ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരു മാസം മുമ്പ് നമ്മൾ ഓണം സ്റ്റാർട്ട് ചെയ്തു. സന്തോഷം, ഓണാശംസകൾ. നമ്മളെല്ലാവർക്കും അറിയാം, ഓണം നമ്മൾക്ക് എന്താ ഒരു മലയാളിക്ക് ഓണം എന്ന് പറഞ്ഞാൽ പൂക്കാലം, സദ്യ, പിന്നെ നാട്ടിൽ നമ്മൾ പോകും എല്ലാവരും ഇവിടുന്ന്. ഇതൊക്കെയാണ് നമ്മൾക്ക് ഓണം. സ്നേഹവും സമൃദ്ധിയും ഉള്ള ഓണമാണ് നമ്മൾ. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വളരെ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസിൽ നമ്മൾ ഇപ്പം കേരളം ഉള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് അവിടുത്തെ ഒരു മഹാമാരി ഇപ്പം കേരളത്തിൽ നമ്മുടെ ഓണത്തിൽ ഷാഡോ വരുത്തുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ മയക്കുമരുന്ന്. കേരളത്തിൽ നിരവധി കുടുംബങ്ങൾ, മെയിൻലി നമ്മുടെ ടീനേജേഴ്സ് എല്ലാവരും ഈ മഹാമാരിയിൽ കൂടെ ഈ മയക്കുമരുന്നിൽ ഉള്ള കുടുങ്ങാണ്. നിരവധി ജീവിതങ്ങൾ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊച്ചു പിള്ളേർ നമ്മൾ ഈ ഗാഞ്ച, LSD, ഹെറോയിൻ, MDM ഈ പേരൊക്കെ കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടും. ഇതിപ്പോൾ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ എത്തിയിട്ടുണ്ട്. പിള്ളേർക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ചോക്ലേറ്റ് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഇതിൽ കുടുങ്ങിപ്പോവും. ഈ മയക്കുമരുന്നിൽ ഈ ലഹരിയിൽ കുടുങ്ങിയാൽ പിന്നെ പുറത്ത് വരുന്നത് എത്ര കഷ്ടമാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എത്രയോ പിള്ളേർ, കുട്ടികൾ, മെയിൻലി ടീനേജേഴ്സ് എല്ലാവരും ഇതിൽ കുടുങ്ങിയിരിക്കുകയാണിപ്പോൾ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഞെട്ടിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കേരളത്തിൽ നമ്മളൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന 100% ലിറ്ററസി ഉള്ളതാണ്. ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സിൽ നമ്മൾ കൺട്രിയിൽ ബെസ്റ്റാണെന്നൊക്കെ. പക്ഷെ ഇപ്പം നമ്മൾ ഡ്രഗ്സിലും മഹാമാരിയിലും ഇതിൽ നമ്മൾ ടോപ്പിലാണ്. ഇപ്പം 1 ലക്ഷം ജനങ്ങളിലെടുത്താൽ 78 കേസുകൾ നമ്മുടെ നാട്ടിലാണ്. അത് ഓൺ ആൻ ആവറേജ് ഇന്ത്യയിൽ ഇത് 30 കേസസ് ആണെങ്കിൽ കേരളത്തിൽ 78 കേസാണ്. 130% ഈ ലാസ്റ്റ് 4 years 130% ഇൻക്രീസ് ആണ് നമ്മുടെ ഡ്രഗ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 2025 നമ്മൾ ഈ 2 months സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 63 കൊലപാതകത്തിൽ 30 കൊലപാതകങ്ങൾ ഈ ഡ്രഗ്സിനെ സംബന്ധിച്ചുള്ളതാണ്. ഇത്ര ഗുരുതരമായ ഒരു മഹാമാരിയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇത് ഹൈദരാബാദിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. പക്ഷെ കേരളത്തിൽ വളരെ കൂടുതലാണ്. അത് കാരണം നമ്മൾ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം വേണ്ട. നമ്മുടെ പിള്ളേരെ നമ്മൾ ഇതിൽ നിന്ന് രക്ഷിക്കണം. എല്ലാ കുടുംബങ്ങളെയും രക്ഷിക്കണം. അമ്മമാരുടെ കണ്ണുനീര് തുടയ്ക്കണം. ഇത് ഒരിക്കൽ നമ്മുടെ ഗവൺമെന്റ് സർക്കാർ കുറെ യോദ്ധ, വിമുക്തി, പിന്നെ സേഫ് ക്യാമ്പസ് ഇങ്ങനെ കുറെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാട്ടിൽ. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ് എന്ന ക്യാമ്പയിൻ നടക്കുകയാണ്. പിന്നെ എക്സൈസ് ആൻഡ് പോലീസ് റെയ്ഡ്സ് ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ വലിയ കോസ്റ്റ് ലൈനാണ്. കോസ്റ്റ് ലൈനിൽ നിന്നും ഇതൊക്കെ ഈ ഡ്രഗ്സ് കൊണ്ടുവരുന്നവർ ഭയങ്കര ഓരോരോ ന്യൂ മെത്തേഡ്സ് കണ്ടുപിടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പിള്ളേർ എന്താ ചെയ്യണേ,
അവരുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അവർക്ക് നല്ല വിധത്തിൽ ഒരു രീതിയിൽ നമ്മൾ അവരെ കൊണ്ട് നടക്കണം. എന്നാലേ സുഹൃത്തുക്കളിൽ നമ്മുടെ ഓണം ശരിക്കും നമ്മൾ ഉത്സവം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓണം ശരിക്കും നമ്മൾക്ക് ഈ ഈ ഡ്രഗ്സിൽ നിന്ന് നമ്മൾ കേരളം പുറത്ത് വരട്ടെ എന്ന് നമ്മളൊക്കെ ആവശ്യിച്ചു. അതേമാതിരി തണൽ ശരിക്കും തണൽ നല്ല പേരാണ്. എന്തിനാച്ചാൽ മലയാളീസ് ഹൈദരാബാദിലെ മലയാളീസ് തണൽ എന്ന ഒരു സേവാ സമിതി ശരിക്കും തണലായി ഇരിക്കുകയാണ്. അവർ ഇനിയും സേവ ചെയ്യട്ടെ എന്ന്. അതേമാതിരി നമ്മുടെ CPMA ബെഞ്ചമിൻ സർ, എല്ലാവരും ഇവിടെ ഉള്ള മലയാളീസ് എന്ത് കുറച്ച് പ്രോബ്ലം വന്നാലും ഉടനെ അവരൊക്കെ റിയാക്ട് ചെയ്ത് റെസ്പോണ്ട് ആവുന്നതാണ്. വളരെ സന്തോഷം. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഇനിയും തന്നെ നന്നായിട്ട് വരട്ടെ എന്ന് ആശിച്ചു. പിന്നെ അതേമാതിരി നമ്മുടെ നാട്ടിൽ ഈ ഡ്രഗ്സ് എന്ന ഒരു ഭൂതത്തെ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് അതിനെ ഇല്ലാണ്ടാക്കി നമ്മുടെ ഓണം ശരിക്കുള്ള ഉത്സവമാവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവകാശം നൽകിയ നിങ്ങൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഓണാശംസകൾ. താങ്ക് യു മാം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീ കണ്ണാട് സുരേന്ദ്രൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷനും പ്രിയപ്പെട്ട അതിഥിക്കും മറ്റുള്ളവർക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ ഭാരതമാണ്. അതിൽ 25% വരുന്ന ജനദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്ന കണക്കുകൾ അത്ര സന്തോഷം തരുന്നതല്ല. ഇവിടെയാണ് ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഓണത്തിൻ്റെ പ്രസക്തി. എനിക്ക് എന്നും ഓണം പ്രിയപ്പെട്ട ആഘോഷം തന്നെയാണ്. അതിന് കാരണം അത് സമത്വം എന്ന മനുഷ്യത്തിലെ ഉയർന്ന മൂല്യബോധം എന്നും ഉയർത്തിപ്പിടിക്കുന്ന ജാതിമതഭേദമില്ലാതെ ഒരുമയുടെ ആഘോഷം ആയതിനാണ്. മഹാബലി ചക്രവർത്തിയുടെ സത്യവും നീതിയും ഇടകലർന്നതാണ്. ഭരണാധികാരി നീതന്മാൻ മാത്രമായിപ്പോഴ ജനപ്രിയനാവുമ്പോൾ ഏത് നേതാവിനും സംഭവിക്കുന്നത് പോലെ മഹാബലിക്കും ശത്രുക്കളും അസൂയാലുകളും ഉണ്ടായി എന്നതും ഈ കാലത്ത് സംഭവിക്കുന്നത് മാത്രം. മഹാബലിയുടെ ജീവിതവും ഓണം എന്ന സമുദ്രസുന്ദരം ആശയവും എത്ര കാലം കഴിഞ്ഞാലും വരും തലമുറകൾ അടിച്ചു പൊളിച്ചു തന്നെ ആഘോഷിക്കും. കഷ്ടതകളും ആശങ്കകളും അനിശ്ചിതവുമില്ലാതെ ജീവിതം ആരും പ്രതീക്ഷിക്കരുത്. പക്ഷേ അതിനിടയിലൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന സന്തോഷമാണ് ഓരോ ഓണക്കാലവും നമുക്ക് പറഞ്ഞു തരുന്ന ഗുണപാഠം. സത്യവും നീതിയും പക്ഷപാതമില്ലാതെ സമീപനവുമുള്ള ഭരണാധികാരികളും സമൂഹ നേതാക്കളും എല്ലാം ഒരിക്കലും ജനഹൃദയങ്ങളിലുമായില്ല എന്ന സത്യവും കൂടുതൽ പ്രസക്തമാണ്. തണൽ മലയാളി സേവാ സമിതി ഒരുക്കുന്ന തണലോ 2025 നല്ലൊരു ഓണസദ്യ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മ്യൂസിക്കൽ ഫ്യൂഷൻ മെഗാഷോ എന്ന മാർക്കാത്ത മധുരവിരുന്നായി മാറട്ടെ. എല്ലാ കലാകാരന്മാർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി തണലിന്റെ സൗകര്യ പ്രകാശനമാണ്. അതിനായി നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി അനിത രാമചന്ദ്രൻ മാഡത്തിനെ ക്ഷണിക്കുന്നു. മാഡത്തിന് സൗകര്യം നൽകി പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ VK ബാലൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തതായി പൊന്നാട അണിയിക്കൽ ചടങ്ങാണ്. നമ്മുടെ മുഖ്യ അതിഥിയായ ശ്രീമതി അനിത രാമചന്ദ്രൻ IAS മേഡത്തിന് പൊന്നാട അണിയിക്കുന്നതിനായി ശ്രീമതി ഷെർലി മുരളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിനായി KV വർഗീസ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടുത്തതായി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീ കണ്ണൻ സുരേന്ദ്രൻ മൊമെന്റ് നൽകുന്നതിനായി KV ബാബുമോൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂടുതൽ മാർക്ക് വാങ്ങി ജസ്റ്റിന് അവാർഡ് നൽകുന്നത് നമ്മുടെ അനിത IAS മേഡമാണ്. എല്ലാവരും നല്ലൊരു കൈയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കാം. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീമതി നളിനി കൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജസ്റ്റിന് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി നളിനി മേഡത്തെ മൊമെന്റോ നൽകുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി അനിത രാമചന്ദ്രൻ IAS മാഡത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ മോഹനൻ സാറിനെ ക്ഷണിക്കുന്നു. കുമാരി സ്വാതി മോഹനന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന ക്യാഷ് അവാർഡ് ശ്രീ മോഹനൻ സർ നൽകുന്നു. നേടിയിരിക്കുന്നു. ഒരു വലിയ കയ്യടിയോടുകൂടി ശ്രീ അനുശ്രീക്ക് തണലിന്റെ സ്നേഹോപകാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട അനിത രാമേന്ദ്രൻ IAS നമ്മുടെ സ്നേഹപരനായ ശ്രീ MS നായരുടെ മകൾ ഡോക്ടർ വിനീത നായർ BDSൽ ഇന്ത്യാ തലത്തിൽ തന്നെ 1ാം സമ്മാനത്തോടും ഡിസ്റ്റിങ്ഷനോടും കൂടി പാസ്സായിരിക്കുന്നു. ശ്രീ വിനീത നായർക്ക് തണലിന്റെ സ്നേഹോപകാരം നൽകുന്നതിനായി അനിത രാമചന്ദ്രൻ IAS മാഡത്തിനോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഒരു വലിയ കയ്യടിയോടുകൂടി ഡോക്ടർ വിനീത നായർ. കണ്ണൻ ഡെക്കൻ ന്യൂസ് DK രാജേന്ദ്രൻ സാറിന് മൊമെന്റോ നൽകുന്നതിനായി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീ സുവിനൻ
പുഷ്പഹാരം നൽകുന്നത് ശ്രീ നടരാജൻ. ഉപഹാരം നൽകുന്നത് ശ്രീ രാമചന്ദ്രൻ. ദിവാകർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ മുഖ്യ അതിഥിയായ സീനിയർ IAS ഉദ്യോഗസ്ഥ ശ്രീമതി അനിത രാമചന്ദ്രൻ മാഡത്തിന് തണലിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന്റെ വിശിഷ്ട അതിഥി കർണാടക ഫെഡറൽ സാറിന് തണലിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഏവർക്കും സുപരിചിതരായ CTRMയുടെ പ്രസിഡന്റ് DB ബെഞ്ചമിൻ സാർ, എയ്മാ തെലങ്കാനയുടെ സെക്രട്ടറി VAK മേനോൻ സാറിനും തണലിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി സപ്പോർട്ട് ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനും തണലോണം 2025 വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച തണലിന്റെ എല്ലാ നായകന്മാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ വന്ന് ഈ പരിപാടി വിജയിപ്പിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. പരിപാടികൾ അവതരിപ്പിക്കാൻ കലാകാരന്മാരെല്ലാവരും റെഡിയായിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും മുൻകൂട്ടി നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൊതുയോഗം ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു. അടുത്തതായി തിരുവാതിരയാണ്. അതോടൊപ്പം നമ്മൾ ആഘോഷത്തിന്റെ അന്നകടലിലേക്ക് കടക്കുകയാണ്. വലിയ വീഡിയോ അല്ലേ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഹായ് മോളു. കാര്യമായാടാ കോളിയും പിടിക്കുക ലൈറ്റായിട്ട്. വെയിറ്റ് വെയിറ്റ് നല്ല പിള്ളേരാണ്, നല്ല പൊട്ടുന്ന പിള്ളേരാണ്. നല്ല
പിടിച്ചില്ല. നമ്മളോട് എല്ലാം പറഞ്ഞു അടിപൊളി. നമസ്കാരം. അതിന്റെ ഒപ്പം തന്നെ എന്ത് നല്ല കോമ്പിനേഷൻ. गजा